ഡിണ്ടിഗൽ ലോവർ ക്യാമ്പ് റെയിൽ പാതയ്ക്ക് വീണ്ടും പച്ചക്കൊടി. പദ്ധതിയിലൂടെ സർവേയും വിശദ പഠന റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള അനുമതി നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വ്യക്തമാക്കി. തേനി MP തങ്കത്തമിഴ് സെൽവത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതോടെയാണ് റെയിൽ പാതയ്ക്ക് വീണ്ടും സാധ്യതയേറിയത്. ദിണ്ടിഗൽ ലോവർ ക്യാമ്പ് പാതയുടെ സർവേ നടപടികൾക്ക് അന്നത്തെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതാണ്. 860 കോടി രൂപയാണ് അന്ന് പദ്ധതിയുടെ ചെലവിനായി കണക്കാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. തുടർന്ന് തേനി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തേനി ഡിസ്ട്രിക്ട് റെയിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിവേദനങ്ങളും സമരങ്ങളുമായി രംഗത്തിറങ്ങി. ആർ ശങ്കരനാരായണ നേതൃത്വത്തിലുള്ള സമരങ്ങളിൽ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി ഒട്ടുപരവാഹികളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളും പലതവണ പങ്കെടുത്തു. ഇടുക്കിയിലെ ടൂറിസം വാണിജ്യ മേഖലയ്ക്ക് ഈ റെയിൽപാത ഏറെ ഗുണകരമാക്കുന്നതിനാണ് ഇടുക്കിയിലെ വ്യാപാരികളും രംഗത്തിറങ്ങിയത്. ഹൈക്കോടതിയിൽ ഹർജികൾക്ക് പുറമെ നിരാഹാര സമരങ്ങൾ, പദയാത്രകൾ, 1 ലക്ഷം പേരുടെ ഒപ്പുശേഖരണം, പ്രകടനങ്ങൾ, മോട്ടോർ സൈക്കിൾ റാലികൾ എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടന സംഘടിപ്പിച്ചു. ദിണ്ടിഗൽ ശബരിമല റെയിൽപാത എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഇതിന് നിരവധി തടസ്സങ്ങളുള്ളതിനാൽ 2 ഘട്ടമായി പദ്ധതിയെ മാറ്റണം. ആദ്യഘട്ടത്തിൽ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പ് വരെ പാത പൂർത്തീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സംഘടനാ ഭാരവാഹികൾ തേനി MPയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഇക്കാര്യം അവതരിപ്പിച്ചതോടെയാണ് ഇതിനിപ്പോൾ പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നത്. ഇടുക്കി വിഷൻ, കുമളി.